അപ്പി, ഇന്ന് ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? അപ്പൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. താങ്ക് യു. പിന്നെ എനിക്ക് കൊറേ ഡ്രസ്സും ടാബ്ലറ്റും ഒക്കെ കൊണ്ടുവന്നു. ടാബ്ലറ്റോ? അതിന് നിനക്കെന്താ അസുഖം? അയ്യേ മണ്ടി, ടാബ്ലറ്റ് എന്ന് വെച്ചാൽ വലിയ ഫോണാ. അതില് പാട്ടും സിനിമയും ഒക്കെ കാണാൻ പറ്റും. അതൊക്കെ ടിവിയിലും കാണാൻ പറ്റുമല്ലോ. ഇതില് ഗെയിമും കളിക്കാൻ പറ്റും. നിനക്ക് ഇഷ്ടമല്ല ആംഗ്രി ബേർഡ്സിന്റെ സ്റ്റിക്കർ? ഇതിനകത്തെ ആംഗ്രി ബേർഡ്സിന്റെ ഗെയിം ഉണ്ട്. ശരിക്കും? എന്താ ഇതുവരെ ടീച്ചർ വരാത്തെ? ഇനി നേരത്തെ വീട്ടിൽ പോണ്ടതാ. അതെന്താ? അത് ഞാൻ നാളെ പറയാം. പറയടോ. അതൊരു സർപ്രൈസാ. 1 2 3 4 5 6 7 8 9 10. അതെ, അപ്പൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കൊറേ ചോക്ലേറ്റ്സ് ഞാൻ തരാം. എന്നാ പറയോ എവിടെയാ പോകുന്നതെന്ന്? ആ, എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ടാബ്ലറ്റ് കൊണ്ടുവന്നിട്ട് ആംഗ്രി ബേർഡ്സും ടെമ്പിൾ റണ്ണും ഒക്കെ കളിക്കാൻ തരാം. എന്നാ പറയോ എവിടെയാ പോകുന്നതെന്ന്? എനിക്ക് വേണ്ട നിന്റെ ടാബ്ലറ്റ് ഒന്നും. പറയടോ. താൻ പറഞ്ഞാ ഞാൻ അമ്മയോട് പറഞ്ഞ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നാളെ കൊണ്ടുവരാം. ശരിക്കും? ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് പപ്പയുടെ മമ്മിയുടെ ഒപ്പം അവതാർ സിനിമ കാണാൻ പോകുമല്ലോ. ഓ, അവതാറോ? അത് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാ. 3D ഗ്ലാസ് ഒക്കെ വെച്ചാ കാണുന്നത്. അതൊക്കെ എനിക്കറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ KFC പോയി ഫുഡും കഴിക്കുമല്ലോ. ഓ, KFCയോ? അത് ഞാൻ എന്നും കഴിക്കാറുള്ളതാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, KFC ആണോ മെക്ഡോണൽഡ്സ് ആണോ കൂടുതൽ ഇഷ്ടം? അതെനിക്ക് രണ്ടും ഇഷ്ടാ. അതെ, ഇനി സംസാരിച്ചെന്നാൽ ലേറ്റ് ആകും. ഇന്ന് എനിക്ക് നേരത്തെ പോണ്ടതാ. പോകുവാണേ, ബൈ. ടാറ്റാ, ഞാനിന്ന് സിനിമയ്ക്ക് പോവാണേ. അമ്മ ഇത് റെഡി ആയില്ലേ? സമയമായില്ലല്ലോ. അച്ഛൻ വരാൻ നേരെ എടുക്കും. അച്ഛൻ 5 മണിക്ക് വരൂന്നാ പറഞ്ഞത്. നമ്മൾ റെഡി ആയിട്ട് വരട്ടെ. അമ്മ, അച്ഛന് ഇഷ്ടമുള്ള ഗ്രീൻ ഡ്രസ് ഇടാല്ലേ? അമ്മേ, അച്ഛനെ കാണുന്നില്ലല്ലോ. ഓഫീസിൽ വല്ല പണി ഉണ്ടാവും മോളെ. അതായിരിക്കും. എനിക്ക് വേണ്ട, എനിക്ക് KFC മതി. നിങ്ങൾ വന്നോ? മോള് കുറേ നേരം കാത്തിരുന്നു. ആ കൊച്ചൊന്നും കഴിക്കാണ്ടാ കിടന്നത്. മറ്റു കുട്ടികൾക്കുള്ള സൗകര്യങ്ങളോ അവൾക്കില്ല. ഇങ്ങനത്തെ ചെറിയ സന്തോഷമെങ്കിലും അവൾക്ക് കൊടുക്കണ്ടേ? നിനക്കറിയാലോ, വീടിൻ്റെ വാടക, ബൈക്കിൻ്റെ ലോൺ, സ്കൂൾ ഫീസ്, ഇതിനൊക്കെ തന്നെ ശമ്പളം കഷ്ടിയുള്ളൂ. ഇനി അതും കൂടി ഇല്ലാണ്ടായ. എനിക്കറിയാം, പക്ഷെ അവള് കൊച്ചല്ലേ. മോള് കൊറേ കാത്തിരുന്നു. അത് മോളെ, അച്ഛൻ ഇന്നലെ ഓഫീസിൽ കുറെ വർക്ക് ഉണ്ടായിരുന്നു. അച്ഛന്റെ മാനേജറിനെ എന്തായി കിട്ടിയാ ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കും. മോള് വിഷമിക്കണ്ട, ഇന്ന് അച്ഛൻ എന്തായാലും നേരത്തെ വരും. അച്ഛാ, രശ്മിയുടെ അപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ രശ്മിക്ക് ഒരു ടാബ്ലറ്റ് കൊണ്ടുവന്ന് കൊടുത്തു. ടാബ്ലറ്റോ? അതില് ഗെയിം കളിക്കാനും പാട്ട് കേൾക്കാനും ഒക്കെ പറ്റും. ആണോ? ഞാൻ പോട്ടെ. അച്ഛാ, ഇനി നേരത്തെ വരില്ലേ? ആ മോളെ. പ്രോമിസ്? പ്രോമിസ്.
പണിയെടുത്ത് നടുവട്ട് ഒടിഞ്ഞു താനും, എന്നാൽ അതിനനുസരിച്ചുള്ള പേയ്മെൻ്റ് ഉണ്ടോ അതിട്ടില്ല താനും. ആട്ടെ, തൻ്റെ സാലറി ഇൻക്രിമെൻറ്റിൻ്റെ കാര്യം എന്തായി? എന്ത് പറയാനാ ജോസേട്ടാ, 3-4 പ്രാവശ്യമായി MD യോട് പറയണം. ആൾക്കാണെങ്കിൽ ഒരു കുലുക്കോ ഇല്ല. ജോസേട്ടാ, ഈ ടാബ്ലറ്റിനൊക്കെ എത്ര രൂപ വരും? പിള്ളേർ ഈ ഗെയിമൊക്കെ കളിക്കാൻ ഉപയോഗിക്കണേ. എന്ത് പറ്റിയിടൂ? തനിക്കിതിനകത്തൊന്നും ഒരു കമ്പം ഇല്ലാത്തതാണല്ലോ. അത് കഴിഞ്ഞ ദിവസം ഒരു പരസ്യം കണ്ടിരുന്നു ഈ ടാബ്ലറ്റിൻ്റെ. അതൊരു 30,000 രൂപയാകുമായിരിക്കും. 30,000? ഓ, ഒരു മാസത്തെ ശമ്പളം തികയില്ലല്ലോ. അയ്യോ ജോസേട്ടാ, സമയം എത്രയായി? സമയം 4 മണിയായിടൂ. അയ്യോ, ഇന്നെനിക്ക് നേരത്തെ പോകേണ്ടതാ, ഫാമിലിയായിട്ടൊരു ഔട്ടിംഗ് ഉണ്ട്. എന്നാൽ ശരി, തമ്പിക്കോ. കാണാം. സർ, സർ, ഇന്ന് ഞാൻ നേരത്തെ പൊക്കോട്ടെ? ഏയ് നോ വേ, താന് തന്നെ എല്ലാ ദിവസവും പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? സാർ, അത് വീട്ടിലൊരു അത്യാവശ്യം. എന്ത് അത്യാവശ്യമാണെങ്കിലും പോകാൻ പറ്റില്ല. പുതിയ ഓർഡിനറി ജോലികൾ ബാക്കി കിടക്കുക. യു കാൺ ലീവ് ബിഫോർ 6 ടുഡേ. ജോസേട്ടനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താടോ? ജോസേട്ടൻ്റെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന് നമ്മുടെ ജോലി, ഓഫീസ്, മറ്റേത് മക്കള്, കുടുംബം. ഒരു സിറ്റുവേഷൻ വന്നാൽ ജോസേട്ടൻ ഏത് ചൂസ് ചെയ്യും? എനിക്ക് അറിഞ്ഞോട്ടോ തന്നെ. ഇന്നും ആ മാനേജർ പോകാൻ സമ്മതിച്ചില്ല അല്ലേ? കാര്യം നമ്മൾ ജോലി ചെയ്യുന്നത് പിള്ളേർക്കും കുടുംബത്തിനും വേണ്ടിയൊക്കെ തന്നെ. പക്ഷേ അവരുടെ സന്തോഷത്തിലും അവരുടെ ദുഃഖത്തിലും പങ്കേറുന്നില്ലെങ്കിൽ എന്ത് ജീവിതമാടും? ശരിയാ. എന്താടോ ഇത്? ഞാൻ പറയാൻ മറന്നുപോയി. താൻ കുറെ നാളായി ചോദിച്ചോണ്ടിരുന്ന സാലറി ഇൻക്രിമെന്റ് ഇല്ലേ, അത് സാങ്ഷൻ ആയിട്ടുണ്ട്. താങ്ക് യു സർ. എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം അവരുടെ മക്കളുടെ കളിയും ചിരിയും കാണാനും സന്തോഷങ്ങളിൽ പങ്കുചേരാനുമാണ്. എന്നാൽ മറ്റൊരു പാതയിലൂടെ നീങ്ങാൻ അവർ നിർബന്ധിതരാവുകയാണ്, ആഗ്രഹമില്ലെങ്കിൽ കൂടെ. സാർ, ആ ലെറ്റർ അത് സാലറി ഇൻക്രിമെന്റ്